നമസ്കാരം. ഇനി മൂന്ന് ദിവസമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. 4-ാം ദിവസം കയ്യിൽ മഷി പുരളുന്ന ദിവസമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പം എന്ന് കുറിക്കപ്പെടാൻ പോകുന്ന ദിവസം സമാഗതമാവുകയാണ്. പരസ്യ പ്രചരണം മറ്റന്നാൾ അവസാനിക്കുന്നു. ഇന്ന് കേരളം രാഷ്ട്രീയ തിളനിലയിൽ തിളച്ചു മറിയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് വരുന്ന 100 മണിക്കൂർ ഈ ഓരോ സ്പന്ദനവും ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നിലയ്ക്കാതെ ഇനി മുതൽ അങ്ങോട്ടുള്ള 100 മണിക്കൂർ തിരഞ്ഞെടുപ്പ് വാർത്തകൾ അതിന്റെ ചൂടും ചൂരും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്നോടൊപ്പം രാജീവ് ദേവരാജും രതീഷ് അനിരുദ്ധനുമുണ്ട്. തുടങ്ങുകയാണ് നമ്മൾ. രതീഷ്, ചൂടിന്റെ പ്രവാഹമായിരുന്നു. പ്രവാഹത്തിന്റെ ദിവസങ്ങളാണ് ഈ കടന്നത്. അന്തരീക്ഷത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ കാലാവസ്ഥയിലും ചൂടിന്റെ പ്രവാഹം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് എഡിറ്റർ മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് രാജീവ് ദേവരാജ്, എന്തുകൊണ്ടാണ് ഈ 100 മണിക്കൂർ, അവസാനത്തെ ഈ 100 മണിക്കൂറിന്റെ പ്രത്യേകത എന്താണ്? രതീഷ്, അഭിലാഷ്, ഇത്തവണ നമുക്ക് പ്രചരണത്തിന് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ പലരും നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ ഫീൽഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നും ഇലക്ഷന്റെ ചൂടൊന്നുമില്ല, അല്ലാതുള്ള അന്തരീക്ഷത്തിൽ ചൂട് എന്നുള്ളതായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആകുമ്പോഴേക്കും പ്രചരണ കോലാഹലങ്ങൾ, അനൗൺസ്മെന്റ് വാഹനങ്ങൾ, കൂടുതൽ ഫ്ലെക്സുകൾ നിറയുന്നു, പോസ്റ്ററുകൾ നിറയുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തി. അപ്പോൾ ആ ചൂടിലേക്ക് എത്തി അതിന്റെ അവസാന മണിക്കൂറിൽ 100 മണിക്കൂറിൽ ഉള്ള ഒരു കവറേജ്, ലൈവ് കവറേജ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 20 മണ്ഡലങ്ങൾ കേരളത്തിൽ, 20 ലോക്സഭാ മണ്ഡലങ്ങൾ. ഈ 20ലും ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലയിടത്തും അല്പം തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ 20ൽ ചൂടുള്ള മണ്ഡലങ്ങളുണ്ട്. ആ ചൂടാണ് നമ്മൾ തരാമെന്ന് മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ. ഈ ചൂടുള്ള മണ്ഡലങ്ങളിലെ ചൂട് എത്രത്തോളം നമുക്ക് ആളുകൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും? തീർച്ചയായും രതീഷ്, പല മണ്ഡലങ്ങളിലും പ്രവചനാതീതമായ മത്സരം നടക്കുകയാണ്. അത് നമുക്ക് അവിടെ പോകുമ്പോൾ വളരെ വളരെ വിസിബിൾ ആണ്. ചിലപ്പോൾ ചില പഴയ കണക്കൂട്ടലുകൾ അനുസരിച്ച് ഇന്ന മുന്നണിയുടെ ഒപ്പമെന്ന് ഉറപ്പിക്കാവുന്ന നമ്മുടെ ദിനത്തിന് പോയപ്പോൾ ഒരിടത്തും ഒഴികെ ബാക്കി എല്ലായിടത്തും കസേരയുടെ തടിയായിരുന്നു അഭിലാഷ് പോയപ്പോൾ. അതെ അതെ അതെ. എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യത്തോടു കൂടി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനോത്സവമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ, ഒരു ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ, ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ, ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ആളുകൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഓരോരുത്തരും അവരവരുടെ മണ്ഡലത്തെക്കുറിച്ച്, പൊതുരാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങൾ ഇത്ര സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നമ്മുടെ നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും ഒരുപക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എല്ലാ മനുഷ്യരും ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ആഗ്രഹമാണ് മുന്നിൽ നിൽക്കുക. നമ്മൾ രാഷ്ട്രീയം വിലയിരുത്തുന്നത് എപ്പോഴും നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇഷ്ടത്തിനെ മുന്നിൽ വെച്ചായിരിക്കും. അങ്ങനെ ഇഷ്ടത്തെ മുന്നിൽ വയ്ക്കാതെ എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്നത് ഈ 100 മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതാണ് വെല്ലുവിളിയും ചോദ്യവും. അതൊരു വലിയ വെല്ലുവിളിയാണ് രതീഷ്. ഇതിന്റെ അവസാന മണിക്കൂറിൽ കാര്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നു. ഇപ്പോൾ നമ്മൾ 2 ഘട്ടമായിട്ട് ഒപ്പീനിയൻ പോൾ നടത്തി, അഭിപ്രായ സർവേ ഫലം പുറത്തുവിട്ടു. പക്ഷേ അതിനുശേഷവും ഏപ്രിൽ 12 വരെയുള്ള ഡേറ്റ കളക്ട് ചെയ്താണ് നമ്മളിത് കൊടുത്തത്. പക്ഷെ അതിനുശേഷവും ഇത്രയും ദിവസമാകുമ്പോഴേക്ക് കാര്യങ്ങൾ പലയിടത്തും മാറി മറിയുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ വളരെ ക്ലോസ് ആവുന്നുണ്ട്, പ്രചരണ വിഷയങ്ങൾ മാറുന്നുണ്ട്. ഇപ്പൊ അതിനുശേഷം മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതായത് ഇന്ത്യ മുന്നണി നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് ശരിയായോ, രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് ശരിയായോ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലും പ്രാദേശികമായി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുക? ഇതിന്റെ ഒരു പ്രതികരണം എന്താണ്? ഇതൊക്കെ ഈ അവസാനത്തെ 100 മണിക്കൂറിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസ്. അങ്ങനെയെങ്കിൽ ഈ 100 മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ 100 മണിക്കൂറിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? മാറി മറിച്ചിലുകൾ ഉണ്ടാകുമോ? ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ഉള്ള മണ്ഡലങ്ങൾ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള ചില ഇഞ്ചോടിഞ്ച് മണ്ഡലങ്ങളിലേക്കാണ് നമ്മൾ